നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തൊട്ടടുത്തുണ്ടായിട്ടും അവര് പരസ്പരം മാലിടുന്നത് തടയാൻ പറ്റിയില്ലെന്നുള്ളത് ഒരു പരാജയം തന്നെ. പക്ഷേ അണ്ണൻ അവിടെ നിന്ന് ഒന്നും അറിയിക്കാതെ തിരിച്ചയക്കാൻ വേറെ വഴിയുണ്ടായിരുന്നില്ല. അച്ഛൻ ഇതൊക്കെ അറിയാതിരുന്നിട്ട് എന്താ അങ്കിളെ കാര്യം? അവര് പരസ്പരം മാല ചാർത്തിയില്ലേ? നാളെ എന്തായാലും അച്ഛൻ ഇത് അറിഞ്ഞല്ലേ പറ്റൂ. അവര് തമ്മിൽ വെറുതെ ഒരു മാല ചാർത്തിയതുകൊണ്ട് മാത്രം വിവാഹിതരായെന്ന് പറയാൻ പറ്റില്ല ചേരു. ചെറുക്കൻ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയാലല്ലേ അതൊരു കല്യാണമായിട്ട് അംഗീകരിക്കാൻ പറ്റൂ. അപ്പോ താലികെട്ട് നടന്നില്ലേ? ഇല്ലാന്ന് തോന്നുന്നു. അതിനുള്ള സമയം അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ജീവന്റെ കൂടെ ഉണ്ടായിരുന്നവന്റെ ഫോണിലും താലികെട്ടിന്റെ ഫോട്ടോ ഇല്ലെന്ന് തോന്നുന്നു. അല്ല വിനയ? അതെ, അവന്റെ ഫോണിൽ ആകെ ഉണ്ടായിരുന്നത് രണ്ടുപേരും മാല ചാർത്തുന്ന ഫോട്ടോസ് മാത്രം. അത് ഞാൻ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം മായ്ച്ചു കളയുകയും ചെയ്തു. മഞ്ചാടി വള്ളത്തിൽ കയറി പോകുമ്പോ ഞാൻ ശരിക്കും കണ്ടതാ. അവളുടെ കഴുത്തിൽ താലി ഉണ്ടായിരുന്നില്ല. എങ്കിൽ പിന്നെ ആ കല്യാണം നടന്നിട്ടില്ലെന്ന് തന്നെ കരുതാ. അവര് മാല ഇട്ടതിന്റെ തെളിവ് പോലെ എവിടെയും കാണിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അവിടെ കണ്ടിരുന്ന ആരെങ്കിലും ഫോട്ടോ എടുത്തെങ്കിലേ ഉള്ളൂ. അല്ലാതെ അവരുടെ ആരുടെയും കയ്യിൽ ഒരു തെളിവും ഉണ്ടാവാൻ വഴിയില്ല. അവിടുത്തെ രജിസ്റ്ററിലും അവര് പേരെഴുതി ഒപ്പിട്ടിട്ടില്ലെന്നാണ് എന്റെ അറിവ്. അങ്ങനെ നോക്കുമ്പോ അവര് അമ്പലത്തിൽ വെച്ച് വിവാഹിതരായെന്ന് എവിടെയെങ്കിലും സ്ഥാപിക്കാൻ അവർക്ക് പറ്റില്ല. ഇപ്പോ മഞ്ചാടി തട്ടിക്കൊണ്ടുപോയെന്നൊരു പരാതി കൊടുത്ത പോലീസ് നമ്മുടെ കൂടെ നിൽക്കും. എങ്കിൽ പിന്നെ എന്തിനാ അങ്ങളെ താമസിപ്പിക്കുന്നത്? ഇപ്പൊ തന്നെ പോലീസിൽ അറിയിച്ച് എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് മഞ്ചാടിയെ രക്ഷിച്ചാ പോരെ? കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും അച്ഛനെ അറിയിക്കണം. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും അച്ഛന്റെ മുമ്പിൽ തെറ്റുകാരാവും. അത് മോള് പറഞ്ഞ ശരിയാ. അണ്ണനെ അറിയിക്കുന്ന കാര്യത്തില് ആദ്യം നമുക്ക് ഒരു തീരുമാനം എടുക്കണം. അച്ഛനെ വിവരം അറിയിച്ച് സമ്മതം വാങ്ങി പോലീസിൽ വിവരം അറിയിക്കുമ്പോഴേക്കും ഇന്നത്തെ ദിവസം തീരുവങ്ങളെ. ജീവൻ രാജിനെയും മഞ്ചാടിയെയും പിരിക്കാനാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത്രയും സമയം നമ്മുടേതായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്. അതെ, അഭിജിത്തിനെ വിളിച്ചിട്ടെ അവര് ചെന്ന് താമസിക്കാനിടയുള്ള സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോന്ന് ഞാനൊന്ന് തിരക്കാം. എനിക്ക് തോന്നുന്നത് മഞ്ചാടിയെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ് ജീവൻ രാജ് അവളെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവെന്ന. വേറെ ഒരു റിസ്കിനും അവനിനി നിൽക്കില്ല. അവന്റെ വീട്ടുകാർ അവരെ സ്വീകരിച്ചാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നൊരു ദിവസം അവർ ഒരുമിച്ച് കഴിഞ്ഞ കല്യാണം കഴിച്ചതിന് തെളിവില്ലെങ്കിലും അവർ ഒരുമിച്ച് ജീവിച്ചതിന് തെളിവാവില്ലേ അത്? ഇല്ല, അങ്ങനെ ഒരു അവസ്ഥ അവർക്കുണ്ടാവരുത്. അതിനു മുമ്പ് അവരെ തമ്മിൽ വേർപിരിക്കണം. വിനയ, ശബരി, വാ നമുക്കിറക്കാം. അനു, നീ രഘുവിനെ വിളിച്ച് തൽക്കാലം ഇന്നുകൂടി അച്ഛനൊന്നും അറിയിക്കരുതെന്ന് പറയണം. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും രഘുവിനെ വിളിച്ചോളാം. ശരി അങ്കിൾ, വാ. ഇന്നൊരു ദിവസം കൂടി അമ്മാവനെ ഒന്നും അറിയിക്കാതെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുമോ? കാരണം അമ്പലത്തിലെ ചടങ്ങൊക്കെ കഴിഞ്ഞു വന്നാൽ അദ്ദേഹം ആ ഒരു മൂഡിലായിരിക്കും. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് മഞ്ചാടി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അനു, അമ്മ വന്നെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിച്ചോളാനു. ആ, ഓക്കെ. ലച്ചുമോളെ, മുത്തശ്ശൻ നിനക്കൊന്നും കൊണ്ടുവന്നില്ലല്ലോ. വൈകുന്നേരം കടയിൽ പോയിട്ട് മുത്തശ്ശൻ ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ടേ കേട്ടോ. അച്ഛൻ വലിയ സന്തോഷത്തിലാണല്ലോ. പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു വെച്ചാ. ആ,
എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു അമ്പിളി. കഴിഞ്ഞ വർഷം വരെ പുഴക്കര ക്ഷേത്രത്തിലേക്ക് എത്താൻ ബോട്ടോ ചങ്ങാടോ ഒക്കെ വേണമായിരുന്നു. ഇപ്പൊ നമ്മൾ പോകുന്ന വണ്ടി അമ്പലമുറ്റത്ത് വരെ എത്തും. അല്ല, അമ്മാവൻ ആ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണോ പോകുന്നത്? അതെ, ഇവിടുത്തെ അമ്പല കമ്മിറ്റിയിൽ അംഗമായത് മുതൽ പുഴക്കര ദേവി പോയി ഒന്ന് തൊഴണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴാ അതിനുള്ള സമയമായത്. വലിയ ക്ഷേത്രമാണോ അച്ഛാ? ഒരുപാട് ഭക്തർ വന്ന് പോകുന്ന സ്ഥലമാണോ? എന്ന് ചോദിച്ചാ പുരാതനമായൊരു ക്ഷേത്രമാണ്. ചുറ്റും പുഴയായതുകൊണ്ടാവും ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നത് കുറവാ. ഇനിയിപ്പോ പുതിയ പാലമൊക്കെ തുറന്നു കൊടുത്തതുകൊണ്ട് തിരക്കായിക്കോളും. ഇന്ന് തന്നെ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ അമ്പലത്തോട് ചേർന്ന് ഓഡിറ്റോറിയം ഒന്നും ഇല്ലാത്തതുകൊണ്ടാവും അവിടെ വെച്ച് താലി കെട്ട് മാത്രമേ ഉള്ളൂ. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? തൽക്കാലം കുറച്ച് വെള്ളം എടുത്താൽ മതി അമ്പിളി. വാ മോളെ, നമുക്ക് മുത്തശ്ശന് വെള്ളം എടുത്തു കൊടുക്കാം. നീ അങ്ങോട്ട് വാ. എന്തായാലും രഘു, അമ്പലത്തിലെ ആ ചടങ്ങ് കഴിഞ്ഞപ്പോ മനസ്സിന് വല്ലാത്ത സമാധാനം തോന്നും. തലേന്ന് കുറെ ഭാരം ഒഴിഞ്ഞു പോയതുപോലൊരു ആശ്വാസം. ആ അച്ഛാ, വേറൊരു കാര്യം കൂടി ഉണ്ടായിരിക്കൂ. എന്താ അമ്മാവ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ മേനോൻ സാർ എന്നെ വിളിച്ചിരുന്നു. മേനോൻ സാറോ? ഏത് മേനോൻ സാറ്? അല്ല മോളെ, ഒരിക്കൽ നമ്മൾ ഈ പഞ്ചരത്നം വീട് വിൽക്കാൻ തീരുമാനിച്ചപ്പോ വാങ്ങാൻ തയ്യാറായിട്ട് ഒരാൾ വന്നില്ലേ? ആ മേനോൻ സാറോ? അതെ. അല്ല, അതേ ഇപ്പൊ മക്കളുടെ ഒപ്പം ഗൾഫിലാണെന്നുള്ള കേട്ടെ. അതെ. സൗദിയിലെ വീട്ടിൽ നിന്ന് വീഡിയോ കോളിലാണ് എന്നോട് സംസാരിച്ചത്. പക്ഷേ ഞാൻ വണ്ടിയിലായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ക്ലിയർ ആയില്ല. വീട്ടിലെത്തിയിട്ട് ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. രഘു, നീ ഒരു കാര്യം ചെയ്യ്. ഈ ഫോണിൽ നിന്ന് ആ നമ്പറിലേക്ക് ഒരു വീഡിയോ കോൾ ചെയ്ത് അമ്മാവന്. അച്ഛൻ വെള്ളം കുടിക്ക്, എന്നിട്ട് അമ്പലത്തിൽ പോയ വിശേഷങ്ങളൊക്കെ പറ. മേനോൻ സാറിന് പിന്നെ വിളിക്കാൻ രഘുവേട്ടാ. അത് പോരാമ്പിളി, തിരിച്ചു വിളിക്കാന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതല്ലേ. അതുപോലുള്ളൊരു വലിയ മനുഷ്യൻ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുമ്പോ ആ ബഹുമാനം നമ്മൾ തിരിച്ചു നൽകണം. നീ വിളിച്ചോ രഘു. അനന്തമാഷ തിരിച്ചു വിളിച്ചല്ലോ. മാരേജിന്റെ വിഷയം അദ്ദേഹത്തോട് സംസാരിക്കാം അല്ലേ? നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ സംസാരിച്ചു. ഫോൺ എടുക്കല്ലേ ദീപ്തി? നാട്ടിൽ ജനിച്ചു വരുന്ന ഒരു പെൺകൊച്ചിനെ വിപിന് ഇഷ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. വിപിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആദ്യം മാഷിനോട് സംസാരിക്കട്ടെ. ഹലോ മാഷേ. മേനോൻ സാറേ, സാറ് വിളിക്കുമ്പോ ഞാനൊരു യാത്രയിലായിരുന്നു. അതുകൊണ്ടാ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞത്. മനസ്സിലായി. മാഷ് വീട്ടിലെത്തിയോ? എത്തി. ദേ രഘു അമ്പിളിയൊക്കെയുണ്ട്. നമസ്കാരം മേനോൻ സാർ, സുഖാണോ? ഇവിടെ സുഖമായിട്ടിരിക്കുന്നു മോളെ. ഇതെന്റെ ഭാര്യ, ഇത് കൊച്ചുമോള്, ഇത് മോള്. ഇനിയൊരു മോൻ കൂടിയുണ്ട്. അവനങ്ങ് കാനഡയിലാ. ഹായ്. മേനോൻ സാർ ഇനി എപ്പോഴാ നാട്ടിലേക്ക്? വിശേഷങ്ങൾ വല്ലതും പറയാൻ വേണ്ടി വിളിച്ചതാണോ? ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഞങ്ങളിപ്പോ പുറത്താ. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. മേനോൻ സാർ പറഞ്ഞു ഇളയ മകൻ ഈ മാസം കാനഡയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോ ഞങ്ങളെല്ലാവരും കൂടി നാട്ടിലോട്ട് വരാനാ പ്ലാൻ. നല്ല കാര്യമാണല്ലോ.